तमसो मा ज्योतिर्गमय मृत्योर्मा अमृतङ्गमय। ഒന്നും വിളിച്ചു പറയാറുന്നില്ലേ മോളെ വരുന്ന വിവരത്തിന്? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. എവിടെ അച്ഛനും ഹരിയേട്ടനും? വിളിച്ചു പറഞ്ഞാ വണ്ടി അയക്കില്ലായിരുന്നോ ഞാൻ? ഒരു ജീപ്പ് ടൗണിലേക്ക് പോന്നിരുന്നു. അതില് ചാടി കയറി ഇങ്ങോട്ട് പോന്നു. കറുത്തു പോയല്ലോ എന്റെ കുട്ടിയെ നീ. വല്ലാണ്ട് അങ്ങോട്ട് മെലിയുകയും ചെയ്തു. എന്താ തണുപ്പ് അവിടെ ഊട്ടിയില്. 4 മണിക്ക് എഴുന്നേറ്റുള്ള കുളി, 1 മണിക്കൂർ മെഡിറ്റേഷൻ. വളരെ സ്ട്രിക്റ്റാ. 8:30 തൊട്ട് തുടങ്ങും മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം. തലയുടെ ആണിക്കല്ലിളകി പോവും മനുഷ്യന്. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ നിനക്ക് അവിടെ? പിന്നല്ലേ അതെ, വേറൊരു ലോകം അത്. ഒരു സ്പിരിച്വൽ മേക്കൊണ്ട. ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. മോള് പോയി കുളിച്ചിട്ട് വാ. നല്ല കടുമാങ്ങ കറിയും കുട്ടി ചോറ് തരുന്നുണ്ട് അമ്മ. എന്നാ അമ്മയുടെ തറവാട്ടിലെ ഉത്സവം തുടങ്ങണത്? കൊടിയേറ്റം കഴിഞ്ഞു. മറ്റന്നാള് ആറാട്ടോടു കൂടി തുടങ്ങും. എന്തേ അന്വേഷിക്കാൻ? ഒന്നുമില്ല. മോളെ, എന്റെ അച്ഛൻ പെങ്ങളെ കണ്ടിട്ട് എത്രയായി? നീ വന്നോന്നറിഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്റെ കുട്ടിയെ. കയറി വരട്ടെ ഞാനങ്ങോട്ട്. ഇങ്ങോട്ട് കയറി വരണ്ടവളല്ലായിരുന്നോ നീ? ആട്ടെ, അറിഞ്ഞോ മോൾ ഇവിടുത്തെ വിശേഷം? എന്താ? ആര് പറഞ്ഞു നിന്നോട് തെണ്ടി തിരിഞ്ഞടക്കാൻ? പോകത്ത് അച്ഛാ, അകത്ത് കയറി പോവാൻ. എന്നാലും എന്റെ ബാലരാമ, എന്റെ മോളെ കണ്ണു നിറച്ചൊന്ന് കാണുന്നതിന് മുമ്പ്. അതിന്റെ ചോര കുടിച്ച് മതിയായില്ലേ നിങ്ങൾക്ക് ഇനിയും? മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്കുക എന്റെ കുട്ടി. വീണ്ടും പഞ്ചാര വർത്താനവും പറഞ്ഞ് ചതിക്കാനാ ഭാവമെങ്കിൽ കത്തിക്കും ഞാൻ ഇരിങ്ങാണ് ഒരു പത്തായപ്പുര. എന്റെ രുക്മാവതി ഏട്ടത്തെയും തിരഞ്ഞ് ഞാൻ തൊടി മുഴുവൻ കറങ്ങി. എന്തെടുക്കുക മിസ്സസ് നാരായണ പിഷാരോടെ ഇവിടെ? ഞാൻ പശുവിനിത്തിരി. കരയണുണ്ടോ എന്റെ അമ്മ? കരയേ? നിനക്ക് തോന്നണതാ. അല്ല, കലങ്ങിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ്. എന്താ എന്താ പറ്റിയ? സത്യം പറ. അതേ, അത് കരട് പോയതാ. നിക്ക് 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 നിക്ക്. പോയില്ലേ പോയില്ലേ കരട്? ആകാശം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണില് ഇടയ്ക്ക് ഓരോ കരട് എടുത്തിടും ദൈവം. ഇല്ലേ രുക്മാവതി എടുത്തേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാ കുഴിമാടത്തിന്ന് ആ കാലിന് എണീറ്റ് വന്നു. മീരറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ ഒളിച്ചു വെക്കുക? ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴിയെ എന്റെ ബുദ്ധി തെളിയണുള്ളൂ. അവളെ അപ്പുട്ട മാമന്റെ അടുത്തേക്ക് അയക്കുക, ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിൽക്കട്ടെ മീര. പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ. പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെ കൊണ്ട് നീ ബാംഗ്ലൂർക്ക് പോകും. ശരി. ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല. നാളെ അമ്മയുടെ തറവാട്ടിൽ പോണം. ഉത്സവം തുടങ്ങല്ലേ. ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ. ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഭരത? സുഖം കോയിന്ന മാമയ്ക്ക് അറിഞ്ഞോടാഞ്ഞിട്ടാ. എന്ത് സുഖം? നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം, ഒരു വിമാനം പോലെ, ഒരു തിത്തിരി പക്ഷിയെ പോലെ. അറിയോ ഗോവിന്ദ മാമയ്ക്ക് ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാർ ഇത് ഉപയോഗിക്കും. ഇത് മാത്രമല്ല, ചരസ്, ഭാങ്, സോമം ഇതൊക്കെ. സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്നർത്ഥം ഇല്ലേ? പ്രസംഗം സിമ്പോസിയും മാത്രം അച്ഛാ, ഒരു ഈച്ച പോലും 4 കാശ് തരില്ല. കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. എന്താ സംഗതി ഒന്ന് ഉഷാറായിക്കോട്ടെ. നമുക്ക് യേശുദാസിന്റെ ഗാനമേള അങ്ങോട്ട് വെച്ചാലോ? നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ. തമ്പുരെടുത്ത് നിന്റെ പുറകെ വരും യേശു. എന്നാ കലാഭവൻ നാളെ കൊണ്ടുവന്നൊരു മിമിക്രി ആവാം.
വല്ല കഥകളിയോ കഥാപ്രസംഗമോ ആവും നല്ലത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ ജോത്സ്യരെ? എന്നാ പിന്നെ നമുക്ക് PT ഉഷ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. ഒരു വെടിക്കെട്ടാ നല്ലത്. വെടിക്കെട്ടോ? ഇതെന്താ വാനശാലയിൽ പൂരാ? വെടിക്കെട്ട് എന്നൊരു ഐശ്വര്യല്ലേ ഗോപാൽ? വെടിക്കെട്ട് ഏതായാലും വേണ്ട. വെടിക്കെട്ട് മതി. ഒരു ഗംഭീര വെടിക്കെട്ട്. ഞെട്ടണം നമ്മുടെ നാട്ടുകാർ. സാരഥി മാഷേ, വെടിക്കെട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് തീരുമാനിക്കാൻ നീ ആരാ? ഞാൻ ഇതിന്റെ ട്രഷററാ. ട്രഷറല്ലേ? പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനൊന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി. ഇയാളുടെ അച്ഛനെന്താ പണ്ട് വലിയ വെടിക്കെട്ടുകാരനായിരുന്നു? വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി എന്ന് പറഞ്ഞാൽ തുന്നിക്കെട്ടണം. ഡോക്ടർ അടുത്തേക്ക് എടുക്കാം. കറണ്ട് പോയല്ലോ. നിന്റെ തല തല്ലി കീറിയിട്ട് നീ ഇവിടെ വന്നിരുന്ന് കഞ്ചാവ് അടിച്ച് സൂയിക്കുക വെച്ചിട്ടുണ്ടാ നിനക്ക് ഞാൻ. വല്ലാണ്ട് പറ്റിയിട്ടുണ്ടോ ഗോവിന്ദ? 5 കുത്തിക്കെട്ട് അത്രേ ഉള്ളൂ. ഇരുട്ടടിയായിരുന്നു ഗോവിന്ദ മാമൻ. എന്താ ഇരുട്ടടിയേ ഇരുട്ടടി. ഈ ജ്യോത്സ്യന്മാർക്കും വക്കീലന്മാർക്കും ഒക്കെ പതിവുള്ളതാണല്ലോ ഇരുട്ടടി. അറിയോ ഗോവിന്ദ മാമയ്ക്ക്, ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇരുട്ടടി ഔട്ട് ഓഫ് ഫാഷനാ. ഇരുട്ടടിക്ക് പകരം AK-47 അവർ ഉപയോഗിക്കുന്നത്. അതോടെ കാര്യം കഴിഞ്ഞു. ഈസി അപ്രോച്ച്. വലിച്ചു കയറ്റിക്കോ കഞ്ചാവ്. വേണമെങ്കിൽ ഇത്തിരി ബ്രാൻഡിയും കൂടെ വാങ്ങിച്ചു തരാം. എടോ, കീഴ്ക്കട ഈ തറവാട്ടിലാരും കള്ളും കഞ്ചാവും ഉപയോഗിച്ചിട്ടില്ല. നീയായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്ക് ഉണ്ടാക്കുകയും വേണ്ട. 2 പുകയെടുത്താ പിന്നെ നിനക്ക് കോഴി ഏതാ കോഴിക്കോട് ഏതാന്ന് ഒരു നിശ്ചയമില്ല. കഷ്ടം തന്നെ. വല്ലാണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് പെങ്ങളെ. ഇത്തിരി പൊടിയരിക്കഞ്ഞ് ഉണ്ടാക്കിത്താ. അസ്സലാമലൈക്കും. അമ്പലത്തിൽ പോയി പറഞ്ഞ വഴി ആ രാവുണ്ണിയാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം. ദുബായിന്ന് വരില്ല നിങ്ങളുടെ അനിയൻകുട്ടി വിശ്വനാഥൻ. അപ്പോഴേക്ക് ഇതിന്റെ പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെയാ ഗഫൂറെ ഞാൻ നിന്നോട് നന്ദി പറയാം. അല്ലോ, നന്ദി പടച്ചോനോട് പറയും ശാരദി മാഷേ. ഇവിടെ കിടന്ന് നശിക്കായിരുന്നു എൻ്റെ കുട്ടി. പടച്ചോന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാരുണ്യവും കൂടി ഉണ്ടായപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അല്ല ശാരദി മാഷേ, നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കുണ്ട്. നാളത്തരം കഴിഞ്ഞ് ഇതിലേ വരാം. അങ്ങനെ ആയിക്കോട്ടെ. ഗഫൂറെ, വീടിന്റെ പാല് കാച്ച് കഴിയട്ടെ. അവന് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കൂടെ പിടിച്ചുകൊണ്ട് കൊടുക്കണം. നല്ലൊരു ശാരസയായ കുട്ടിയെ. മാഷ് പറഞ്ഞാൽ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന്?